ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഒത്തിരിയധികം തങ്ങളുടെ മക്കളെ സ്നേഹിക്കാറുണ്ട്. എന്നിട്ടും ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട്, അപ്പനും അമ്മയ്ക്കും ഞങ്ങളോട് ഒരു സ്നേഹവുമില്ല എന്ന്. കാരണം പ്രവൃത്തികളിലൂടെ ആ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഹൃദയത്തിൽ മാത്രം സ്നേഹം സൂക്ഷിച്ചാൽ അത് യഥാർത്ഥ സ്നേഹപ്രകടനമാകുന്നില്ല, പ്രവൃത്തികളിലൂടെ ഉണ്ടാകണം. ഉള്ളിലുള്ള വിശ്വാസം പ്രവൃത്തികളിലൂടെ സജീവമായാലേ ആ വിശ്വാസം ജീവനുള്ളതാകത്തുള്ളൂ എന്നും വചനം പറയുന്നുണ്ട്. ഈശോ തൻ്റെ ചുറ്റുമുള്ള യഹൂദരെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട എന്ന്. ഈശോ എപ്പോഴും പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് പിതാവായ ദൈവത്താൽ. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ യേശുവിന് പ്രീതികരമായ, മനുഷ്യർക്ക് ഉപകാരമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാകുമ്പോൾ പ്രകാശത്തെ വെറുത്ത് അന്ധകാരത്തിലേക്ക് പോകാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാവും. പലപ്പോഴും തിന്മയുടെ അന്ധകാരത്തിൻ്റെ മറവിലാണല്ലോ തിന്മകൾ സംഭവിക്കുക. നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കാൻ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.